പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. എന്താണ് പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ? ആരാണ് രജിസ്ട്രേഡ് പാരാമെഡിക്കൽ ടെക്നീഷ്യൻ? ആരാണ് ക്വാളിഫൈഡ് പാരാമെഡിക്കൽ പ്രൊഫഷണൽസ്? ഈ ചോദ്യമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ എന്നുള്ളത് ഒരു ഒഫീഷ്യൽ പ്രോസസ്സാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഒരു ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ, ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറുമായി ബന്ധപ്പെട്ട നെയിം ബോർഡിൽ ഡോക്ടറുടെ പേരിനോടൊപ്പം ഒരു നമ്പർ ചേർത്തിരിക്കുന്നതായിട്ട് കാണാം. അത് ആ പ്രൊഫഷണൽസിൻ്റെ രജിസ്ട്രേഡ് നമ്പറാണ്, അതായത് ലൈസൻസ് നമ്പറാണ്. ഇത് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, അതല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് മെഡിക്കൽ പ്രൊഫഷണൽസിൽ, പാരാമെഡിക്കൽ പ്രൊഫഷണൽസിൽ ഉൾപ്പെടെ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അതാത് സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കും. ഇത് ലഭിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ആ രംഗത്തെ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലായിട്ട് മാറുന്നില്ല. നമുക്ക് മറ്റു കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കോഴ്സിന് പോകാം, നമുക്കൊരു ജോലി ചെയ്യാം. പക്ഷെ അതേപോലെയല്ല ഹെൽത്ത് പ്രൊഫഷണൽസിൽ, പാരാമെഡിക്കൽ പ്രൊഫഷണൽസിൽ, നേഴ്സിംഗ് മേഖലയിൽ, ഫാർമസി മേഖലയിലൊക്കെ, മെഡിസിൻ മേഖലയിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി നമുക്ക് കോഴ്സ് കംപ്ലീഷൻ ആയതിനു ശേഷം രജിസ്ട്രേഷൻ കൂടെ എടുക്കേണ്ടതുണ്ട്, ഒരു ലൈസൻസ് കൂടെ വാങ്ങിയെടുക്കേണ്ടതുണ്ട്. ഇത് നൽകുന്നത് നമ്മുടെ രാജ്യമോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റോ ആയിരിക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ് ആണ്. ഒരു കൗൺസിൽ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് നമുക്ക് ഈ രജിസ്ട്രേഷൻ നൽകുന്നത്. ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു റെക്കോർഡ്, ഒരു ജോലി ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ലോകത്ത് എവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും സുതാര്യമായിട്ട് പരിശോധിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ലാബിന് മാത്രമല്ല, റേഡിയോഗ്രാഫർ, ഫിസിയോതെറാപ്പിസ്റ്റ്, അതേപോലെ MBBS ഡോക്ടേഴ്സ്, നേഴ്സിംഗ് പ്രൊഫഷണൽസ്, ഫാർമസി പ്രൊഫഷണൽസ് ഒക്കെ നമുക്ക് ഇത്തരം കൗൺസിൽ രജിസ്ട്രേഷൻ കാണാൻ കഴിയും. ലോകത്ത് കൺട്രി ബേസ്ഡ് ആയിട്ടുള്ള കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസ് ഉണ്ട്. അതേപോലെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള കൗൺസിൽ അതോറിറ്റീസ് ഉണ്ട്. കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള രജിസ്ട്രേഷൻ കൗൺസിലാണ് നിലവിലുള്ളത്. സ്റ്റേറ്റ് പാരാമെഡിക്കൽ കൗൺസിൽ എന്നാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകൾക്കും ഇപ്പം കൗൺസിൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ സ്റ്റേറ്റുകൾ മാത്രമാണ് ഇൻഡിവിജ്വലായിട്ട് പാരാമെഡിക്കൽ കൗൺസിലും രജിസ്ട്രേഷൻ പ്രോസസ്സും ഇല്ലാത്തത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ കീഴിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഇനി ഏതൊക്കെ പ്രൊഫഷണൽസിന് കേരള സ്റ്റേറ്റ് കൗൺസിൽ രജിസ്ട്രേഷൻ എടുക്കാൻ കഴിയും അല്ലെങ്കിൽ അർഹരാണ് എന്ന ചോദ്യത്തിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിൽ 2 പാരാമെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് പഠിച്ചിറങ്ങുന്നത്. അതിലൊന്ന് ഡിപ്ലോമയും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം കോഴ്സുകളാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് DME, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഗവൺമെൻറ് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ 2 വർഷം മുതൽ 3 വർഷം വരെയുള്ള കോഴ്സുകളാണിത്. ഇതിൽ MLT കോഴ്സ് ഉൾപ്പെടെ, റേഡിയോളജി കോഴ്സ് ഉൾപ്പെടെ, ഒഫ്താൽമോളജി കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതേപോലെ അംഗീകൃത സ്ഥാപനങ്ങളിലും നമുക്ക് ഈ കോഴ്സുകൾ കാണാൻ കഴിയും. രണ്ടാമത്തെ വിഭാഗം കോഴ്സുകൾ കുഹാസ്, KUHS എന്ന് പറയുന്ന കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുള്ള BSc MSc പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അത് 3 വർഷം മുതൽ 4.5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന BSc കോഴ്സുകളും PG കോഴ്സുകളുമാണ് ഉള്ളത്. ഇത് മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല, അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽസിനാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ അർഹരായിട്ടുള്ളവർ.
മറ്റു പാരാമെഡിക്കൽ മേഖലയിലെ ഒരു കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ പ്രൊഫഷണൽസിനും കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് നേടിയെടുക്കാൻ കഴിയില്ല. ഈ 2 കോഴ്സുകൾക്ക് പുറമെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള ഡിപ്ലോമ, ബിവോക്ക്, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇന്ന് പാരാമെഡിക്കൽ മേഖലയിൽ നിലവിലുണ്ട്. കേരളത്തിന് പുറത്തുള്ള നിരവധിയായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ വഴി, ഇന്ത്യക്ക് പുറത്തുള്ള നിരവധിയായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ വഴി പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. ആ കോഴ്സുകളിൽ ഒന്നും തന്നെ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ നേടിയെടുക്കാൻ കഴിയില്ല. അതൊന്നുകൂടെ ആവർത്തിക്കുന്നു, കുഹാസിന് കീഴിലുള്ള കോളേജുകളിൽ അതല്ലെങ്കിൽ DMEക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് സെന്ററുകളിൽ നിന്നും ഡിപ്ലോമ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണത്. അവർക്ക് PSC പോലുള്ള ഗവൺമെന്റ് നടത്തുന്ന എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ കഴിയും. അതേപോലെ അവർക്ക് NABH, NABL പോലുള്ള അക്രഡിറ്റഡ് ലാബുകളിൽ ടെക്നീഷ്യനായിട്ട്, രജിസ്ട്രേഡ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യാൻ കഴിയും. കേരളത്തിലെ പുതിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് പ്രകാരം ലാബുകളുടെ രജിസ്ട്രേഡ് ടെക്നീഷ്യനായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ കഴിയും. വിദേശ രാജ്യങ്ങളിലെ ഗവൺമെന്റ് നടത്തുന്ന എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാനും അവിടെയുള്ള ഗവൺമെന്റ് മേഖലകളിലേക്ക് ജോലിയിൽ പ്രവേശിക്കാനും കഴിയും. വിവിധ ഓർഗനൈസേഷനുകൾ, പ്രൈവറ്റ് ബോഡീസ്, അതേപോലെ ചില സൊസൈറ്റികളൊക്കെ നടത്തുന്ന രജിസ്ട്രേഷൻ ബോഡീസ് ഒക്കെ ഉണ്ട്. അത്തരം ബോഡീസിന്റെ രജിസ്ട്രേഷനൊന്നും വലിയ ആധികാരികത ഉള്ളതല്ല. നന്ദി, നമസ്കാരം.